ഹേ സിനിമേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ കണ്ടവരുടെ എല്ലാം കിളി പറത്തിയ ഒരു വൈറൽ ഷോർട്ട് ഫിലിം ഉണ്ട്. അത് സിനിമയായിട്ട് എത്തുന്നു. അസ്കർ അലി നായകനായി എത്തുന്ന മിസ്റ്റർ ത്രില്ലറി മൂവി സംഭവം. അപ്പോൾ കണ്ടിറങ്ങി ഓഡിഷനോട് എങ്ങനെ ഉണ്ടായിരുന്നു റിവ്യൂ എന്ന് ചോദിച്ചു നോക്കാം. നിങ്ങൾ ഈ ഒരു സിനിമയോ ഷോർട്ട് ഫിലിമോ ഒക്കെ കണ്ടവർ നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ നേരെ സംഭവം അധ്യായം 1 റിവ്യൂയിലേക്ക്. കിളി പോകുന്ന പടമാണ്. കിളി പോകണം. ത്രില്ലടിപ്പിച്ചു. ശരിക്കും ത്രില്ലർ മൂവിയാണ്. നല്ല പടം, കണ്ടോണ്ടിരിക്കാൻ കൊള്ളാം. ഇത്രയും പ്രതീക്ഷയില്ലല്ലേ? മൊത്തത്തിൽ എങ്ങനെയുണ്ട് കഥയൊക്കെ? കഥ ഇനിയും കണ്ടാലല്ലേ മനസ്സിലാവും. ഇനിയും പാട്ടുകൾ വരാനുണ്ട്. ആ ഒരു അവസാനം അത്ര ഇനിയും ആൾക്കാരെ സിനിമ കാണത്തക്ക രീതിയിൽ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. സസ്പെൻസ് ആണ് അവസാനം വരെ. ഓക്കെ, കൊള്ളാം, വർക്കായിട്ടുണ്ടായിരുന്നു. പിന്നെ അവരുടെ ആ ഷോർട്ട് ഫിലിം കണ്ടിട്ട് ആ ഫസ്റ്റ് ഹാഫിൽ സെയിം കൈൻഡ് ഓഫ് ഷോർട്ട് ഫിലിം തന്നെ, അത് കണ്ടവർക്കറിയാം ആ സ്റ്റോറി തന്നെ. സെക്കൻഡ് ഹാഫ് അത്യാവശ്യം നല്ല ഗ്രിപ്പിംഗ് ആയിരുന്നു. പക്ഷേ ലൂപ്പാണ്. പക്ഷേ ലൂപ്പ് ഇത്തിരി ഒന്ന് കുറഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു. ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആവാം. അത്ര കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന് കണ്ടാലേ. മലയാളത്തിലൊരു നോൺ ലെവൽ പടം എന്നൊക്കെ പറയാനുണ്ട്. എനിക്ക് സിനിമ നന്നായിട്ട് വർക്ക് ആയിട്ടുണ്ടായിരുന്നു. നമ്മുടെ മറ്റേ ജീവയുടെ ഒരു ബ്ലാക്ക് അറിയോ, മറ്റേ ലൂപ്പിൽ വിട്ടു, അതേ കൈൻഡ് ഓഫ് പ്രോസസ് തന്നെ. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഈ ലൂപ്പ് കുറച്ച് കൂടുതലായിരുന്നു. ജോണർ അറിയാതെ വരുന്നവർക്ക് സർപ്രൈസ് ആയിരിക്കും. ലൈക്ക് പ്രത്യേകിച്ച് ആ ഷോർട്ട് ഫിലിം ഒന്നും കാണാതെ വരുന്നവർക്ക് കുറേയും കൂടെ വർക്കാവും. നമ്മൾ ആ ഷോർട്ട് ഫിലിം കണ്ടേക്കുന്നുണ്ട്. ഫസ്റ്റ് ഹാഫ് കാണുമ്പോൾ നമുക്ക് അറിയാം അടുത്ത സീൻസ് ഇൻക്ലൂഡിങ് ഡയലോഗ്സ് പോലും വലിയ വ്യത്യാസമില്ല. പക്ഷേ സെക്കൻഡ് ഹാഫിൽ എത്തുമ്പോഴാണ് ഷോർട്ട് ഫിലിം തീരുന്നെടുത്തുനിന്ന് തുടങ്ങണേ. അപ്പോൾ അത് വെച്ച് അത്യാവശ്യം വർക്ക് ആവുന്നുണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ആ സ്കോറും പരിപാടിയും ആ ഒരു കാർഡിന്റെ ഒരു വിഷ്വൽ ക്വാളിറ്റി നല്ലൊരു അറ്റംപ്റ്റ് ആണ്. നമുക്ക് അത്യാവശ്യം നൈസായിട്ട് വന്നിരുന്ന് കാണാം. പിന്നെ മറ്റേ കോമഡി, ഫീൽ ഗുഡ്, റൊമാൻസ്, ആ സാധനമൊക്കെ പ്രതീക്ഷ വരുന്നവർ വരാതെ പ്രോപ്പർ മിസ്റ്ററി ത്രില്ലർ അങ്ങനെ ഒരു ജോണറൊക്കെ ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ ഈ ലൂപ്പൊക്കെ വർക്കാവും എന്നുള്ള, അല്ലെങ്കിൽ അങ്ങനെയുള്ള സിനിമകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്ക് നന്നായിട്ട് വർക്കാവും തോന്നുന്നു. ഓക്കെ, കുറച്ച് കൺവിൻസിംഗ് ആയിട്ട് തന്നെയാണ് അത് കൺവിൻസിംഗ് ഒക്കെയാണ്. അത് നമ്മളങ്ങനെ മറ്റേ പഴയ മിത്തും പരിപാടിയൊക്കെ അതങ്ങനെ ചിന്തിക്കാതെ സിനിമയല്ലേ, അങ്ങനെ കണ്ടാൽ മതിയല്ല. ടോട്ടലി നമ്മൾ പ്രതീക്ഷ ഒരു ത്രില്ലർ പ്രതീക്ഷ വരുന്നവർക്ക് സസ്പെൻസ് ആണ്. അങ്ങനെ കൂടുതൽ പറഞ്ഞാൽ ശരിയാകത്തില്ല. മലയാളത്തില് ആദ്യമാണ് സസ്പെൻസ് ഇല്ലാതെ പറയുകയാണെങ്കിൽ എങ്ങനെയുണ്ട്? സസ്പെൻസ് ഇല്ലാതെ കുഴപ്പമില്ല, എബവ് ആവറേജ്, അത്രേ ഉള്ളൂ. ഭയങ്കര ഹൈപ്പ് അങ്ങനെ ഒന്നും തോന്നുന്നില്ല. ട്വിസ്റ്റും ത്രില്ലർ പരിപാടിയിലൊക്കെ സസ്പെൻസ് ഒരു പകുതി കഴിയുമ്പോഴത്തേക്ക് ഏറെക്കുറെ ഊഹിക്കാവുന്നേ ഉള്ളൂ എങ്ങനെയാണെന്ന്. മലയാളത്തിൽ ഇങ്ങനെ ഒരു അറ്റംപ്റ്റ് ആദ്യം ഇതേക്കൂട്ട് ഫിലിംസ് നമ്മൾ കാണാറുണ്ടല്ലോ. മേക്കിംഗ് ഒക്കെ വെച്ചിട്ട് മൊത്തത്തിൽ തിയേറ്റർ എക്സ്പീരിയൻസ് അല്ല, തിയേറ്റർ എക്സ്പീരിയൻസ് അല്ല. ഓക്കെ, ഇപ്പൊ എങ്ങനെയുണ്ടായിരുന്നു സംഭവം നല്ലൊരു പടമായിരുന്നു. മൊത്തത്തിൽ എങ്ങനെയുണ്ട്? ഇത്രയും ഇത് പ്രതീക്ഷിച്ചാണോ വന്നത് ഇങ്ങനൊരു? ഇല്ല, വെള്ളിയാഴ്ച വേറെ സിനിമകളൊന്നും ഇല്ലാത്തതുകൊണ്ട് കയറിയതാണ്. പക്ഷെ എന്തായാലും കൊള്ളാം. ഒരു നോളൻ ലെവൽ പടമാണ്. അസ്കർ അലിയുടെ കംബാക്ക് ആണ്. ഓക്കെ, ഈ ഒരു ഇത് ത്രില്ലർ ആണോ? അത് ത്രില്ലർ പ്രതീക്ഷിച്ച് വന്നാലൊരു സർപ്രൈസ് ആണോ? ഒരു സർപ്രൈസ് ആണ്. എങ്ങനെ സ്റ്റോറിയൊക്കെ എങ്ങനെയുണ്ട്? സ്റ്റോറിയൊക്കെ ഇച്ചിരി ടൈം ലൂപ്പ് പടമാണ്. എൻഗേജിങ് ആണ്. എല്ലാവർക്കും കണക്ട് ആവും? എല്ലാവർക്കും കണക്ട് ആവാൻ ചാൻസ് കുറവാണ്. ഒരു മുതിർന്ന ആൾക്കാർക്കൊന്നും ഇഷ്ടപ്പെടാൻ ചാൻസ് കുറവാണ്. പക്ഷേ ഒരു പിള്ളേർ സെറ്റിനൊക്കെ ഓക്കെയാണ്. സംഭവം കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ട്. ഈ വെള്ളിയാഴ്ച ഇറങ്ങുന്ന നോർമൽ കുറേ പടങ്ങളുണ്ടല്ലോ, അത് വെച്ച് ഒരു എക്സ്പെക്റ്റേഷൻ ഇല്ലാതെ ഒന്ന് കണ്ടുകൊണ്ടാന്ന് തോന്നുന്നു. സിനിമ ഇഷ്ടപ്പെട്ടു. ഇതിൽ മെയിൻ പോസിറ്റീവ് എടുത്തു പറയുന്നത് വെച്ചാൽ, ഈ മലയാളത്തിൽ അധികം കണ്ടുവരാത്ത ഈ ടൈം ലൂപ്പ് സംഭവം ഉണ്ടല്ലോ, സെക്കൻഡ് ഹാഫ് ഫുള്ള് ഈ ടൈം ലൂപ്പ് പരിപാടിയാണ്. അതിൻ്റെ ഫസ്റ്റ് ഹാഫാണ് സെക്കൻഡ് ഹാഫിനെക്കാട്ടിലും കൂടുതൽ എൻഗേജിങ് ആയിട്ട് നിർത്തുന്നത്. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് ഈ ടൈം ലൂപ്പ് വരുമ്പോഴും ചില സമയത്തൊക്കെ ചെറിയ പോരായ്മകളൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കണ്ടാൽ നല്ലൊരു സിനിമ തന്നെയാണിത്. മേക്കിംഗ് ഒക്കെ എങ്ങനെയുണ്ട്? ഒരു പ്രതീക്ഷിക്കാത്തൊരു തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയാനുണ്ടോ? മേക്കിംഗ് സൂപ്പറായിരുന്നു. മേക്കിംഗ്, അതിൻ്റെ സൗണ്ട് എഫക്ട്സ്, ഇതിനും റെയിൻ്റെയും ഈ കാർഡിൻ്റെ ആംബിയൻസ് എല്ലാം നല്ലതുപോലെ എഫക്റ്റീവ് ആണെന്നുണ്ടായിരുന്നു. എന്തായാലും ഈ FDFS കഴിഞ്ഞപ്പോൾ പിന്നെ ജോൺട്രലർക്ക് മനസ്സിലായിക്കൊണ്ടല്ലോ റിവ്യൂസ് ഒക്കെ വന്നിട്ട്. പിന്നെ ഒരുപാട് ഹോളിവുഡ് മറ്റേ ടൈം ലൂപ്പ് പടങ്ങളെ കണ്ടുവരുന്നവർക്ക് അധികം ഇമ്പ്രസ് ആവാൻ ചാൻസ് ഇല്ല. ഞാൻ ആ ഒരു എക്സ്പെക്റ്റേഷൻ ഇല്ലാതെ വന്ന് കണ്ടുകൊണ്ട് എനിക്കത് ഇഷ്ടപ്പെട്ടു. ഇത് അറിഞ്ഞുകൊണ്ട് വെച്ച് കാണുന്നവർക്ക് എത്രത്തോളം ഇത് എഫക്റ്റീവ് ആണെന്ന് അറിയത്തില്ല. എന്നുവെച്ചാൽ ഈ മുമ്പ് ഇറങ്ങിയ തമിഴിലെ ബ്ലാക്ക് പോലൊരു സിനിമ ജീവയുടെ, പിന്നെ അതിന് മുമ്പ് കാഡോ ലേക്ക്, അങ്ങനെ കുറച്ച് സിനിമകളൊക്കെ എനിക്ക് റിസംബ്ലൻസ് തോന്നി. ഒരു ഇന്റർനാഷണൽ ലെവൽ മേക്കിംഗ് ക്വാളിറ്റിയും സ്ക്രിപ്റ്റും ഒക്കെ അങ്ങനെ ഉണ്ട്. അല്ല, ഇതിനകത്ത് ഇവരെ ഈ ടൈമിൽ ഇപ്പോൾ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മിത്തോളജി, ഒരു വിശ്വാസം, ബിലീഫ്, ആ ഒരു ടൈപ്പ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് കൺവിൻസിങ് എന്ന രീതിയിലാണ് ഇവർ ചെയ്തിരിക്കുന്നത്. പക്ഷെ കാണുന്ന ഒരു ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് എത്രത്തോളം അത് കൺവിൻസിങ് ആണെന്ന് അറിയത്തില്ല. കിളി പോയോ? എന്തുകൂടാ ഇത്, ഒന്നും മനസ്സിലായില്ല. വൻപടമാണ്, പ്രതീക്ഷയില്ല. എന്തുവാന്ന് ഇതുവരെ ഒന്നും മനസ്സിലായത് പോലും ഇല്ല. മലയാളത്തിൽ ഇങ്ങനൊരു എന്നാലും ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? നമുക്ക് കണക്ട് ചെയ്തെടുത്തപ്പോ എന്തുവാടാ ഒന്നും മനസ്സിലാവുന്നില്ല. എനിക്ക് വന്ന് വാരിയിട്ട് കത്തിച്ചെങ്ങാണ്ടാന്ന് ഒന്നും